എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയായിട്ട് തിരുവനന്തപുരം സിറ്റി മൊത്തം അങ്ങ് ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവിടെ ഓരോ ജംഗ്ഷനിൽ ദേവിയുടെ വിഗ്രഹമൊക്കെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല 13-ാം തീയതിയാണ്. ഇത് 7-ാം തീയതിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരാഴ്ച മുൻപ് തന്നെ നമ്മൾ അതിനുള്ള സ്ഥലം പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ഈ ദേവസ്വം ബോർഡാണ് ആറ്റുകാൽ പൊങ്കാല ഇടുന്നത്. അപ്പോൾ ഞാനും എൻ്റെ മൂത്ത ചേച്ചിയും കൂടി നിങ്ങൾ സ്ഥലം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. ഈ ദേവസ്വം ബോർഡ് തന്നെ എവിടെ ഇടും എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ കല്ലിൽ കയറ് കെട്ടി ഇങ്ങനെ ഓരോരുത്തർ ബുക്ക് ചെയ്തിട്ടിട്ട് പോകും അവരുടെ സ്ഥലം. അതായത് നമുക്ക് ആദ്യം എവിടെയാണോ കിട്ടുന്നത് അതുപോലെ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ദേവസ്വം ബോർഡ് ഓഫീസിൻ്റെ ആ ഒരു കോമ്പൗണ്ടിലാണ് കഴിഞ്ഞ വർഷവും പൊങ്കാല ഇട്ടത്. അപ്പോൾ അവിടെ തന്നെ ഇത്തവണയും ഞങ്ങളിങ്ങനെ തപ്പി അന്വേഷിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഈ മരത്തിൻ്റെ ചുവടുകളിലാണ് ആദ്യം നോക്കിയത്. പക്ഷെ അവിടെ എല്ലാം ഓൾറെഡി ആൾക്കാർ ബുക്ക് ചെയ്തു. അവരുടെ പേര് വരെ പേപ്പറിൽ എഴുതി കല്ലും കയറും ഒക്കെ ആയിട്ട് അവിടെ കെട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല തണലുള്ളൊരു സ്ഥലം അന്വേഷിച്ച് ഞങ്ങൾ കുറേ നേരമായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. നല്ല മഴയാണ് കേട്ടോ. നല്ലൊരു സൂചനയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. നമ്മളിതിനു വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ. അപ്പോൾ അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മൾ സ്ഥലം പിടിക്കുന്ന പരിപാടിയാണ്. ഈ ഒരു സൈഡെന്ന് പറഞ്ഞാൽ സുമംഗലി ഓഡിറ്റോറിയത്തിൻ്റെ ഒരു ഭാഗം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പോർഷനിലായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പൊങ്കാല ഇട്ടത്. പക്ഷേ നല്ല വെയിലായിരുന്നു. അപ്പം നമുക്ക് പൊങ്കാല ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ ഓടിപ്പോയി ആ ഓഫീസിൻ്റെ അകത്തൊക്കെ പോയി ഇരിക്കും കേട്ടോ, തണൽ കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ എന്തായാലും ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിൽ തന്നെ ഇടണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മരം അന്വേഷിച്ചാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. അപ്പോൾ ആ വെള്ളമൊന്നും കിട്ടാൻ അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അവിടെ ഇടയ്ക്കിടയ്ക്ക് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി ഒരു കയറും കല്ലും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഞങ്ങൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ സ്ഥലം കിട്ടി ഞങ്ങളവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ചേച്ചി പേപ്പറും പേനയൊക്കെ കരുതിയിട്ടാണ് വന്ന് പേരൊക്കെ എഴുതി ഇടാനായിട്ട്. അപ്പം അങ്ങനെ എന്തായാലും മൊത്തത്തിൽ നമ്മുടെ സ്ഥലം ബുക്ക് ചെയ്തു കേട്ടോ. ഇനി ഇത് പോവോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ ഹാപ്പിയാണ് കേട്ടോ. കാരണം നല്ലൊരു സ്ഥലം കിട്ടി. കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും മഴയൊക്കെ നനഞ്ഞിട്ടായാലും നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടിയല്ലോ എന്നുള്ളത്. എന്തായാലും ഇത് വേറെ സംഭവമൊന്നുമില്ല. നമ്മളിത് ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട ശേഷം നമ്മൾ ആ ആറ്റുകാൽ പൊങ്കാലയുടെ തലേന്ന് വന്നിട്ട് ഇവിടെ ചുടുകട്ട ഇങ്ങനെ അടുക്കി വെക്കും. അടുപ്പ് കൂട്ടാനായിട്ടുള്ളതെല്ലാം അടുക്കി വെച്ചിട്ട് പോകും. എന്നിട്ട് നമ്മൾ ആ പൊങ്കാലയുടെ അന്ന് വെളുപ്പിനെ അതിനുള്ള കലവും അതുപോലെ തവിയും സാധനങ്ങളും ഒക്കെ ആയിട്ടിങ്ങ് വരും പൊങ്കാല ഇടാനായിട്ടുള്ള കണക്കിന്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആറ്റുകാലിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് പരിചയമുള്ള വീടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി തലേന്നേ പോയി നിന്നിട്ടൊക്കെയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. പക്ഷേ ഈ കോവിഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത ശേഷം എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ തന്നെ ഇടാൻ തുടങ്ങി. അല്ലെങ്കിൽ അമ്പലമൊക്കെ ഉള്ളതിനടുത്തായിട്ട് ആ പരിസരത്ത് തന്നെ എല്ലാവരും ഇട്ടതുകൊണ്ട് പിന്നെ അതങ്ങനെ ഒരു ശീലമായി കേട്ടോ. പിന്നെ അത്രയും ദൂരെ പോകാനും കാരണം അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പോയാൽ കൃത്യസമയത്തൊന്നും എത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അടുത്തടുത്തായിട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ 2 സൈഡും ചുടുകട്ടയും പേപ്പറും കയറും ഒക്കെ ആൾക്കാരിങ്ങനെ ബുക്ക് ചെയ്തിട്ടിരിക്കുന്നതുണ്ടോ. അപ്പോൾ ഇതുപോലെ ഞങ്ങളിപ്പോൾ 7 ദിവസം മുന്നേ വന്നിട്ടാണ് ഇത് പിടിച്ചത്. ഇത് ഒരുപക്ഷെ 2 ആഴ്ച മുന്നേ ഒക്കെ ആൾക്കാരിങ്ങനെ എഴുതി ഇട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു 10 ദിവസം മുമ്പേ ഒക്കെ എല്ലാവരും റെഡിയാക്കി ഇട്ടിട്ട് പോയതായിരിക്കാം കേട്ടോ. ഇത് ഇവിടുത്തെ മാത്രം കാഴ്ചയല്ല, തിരുവനന്തപുരം നഗരം മൊത്തം ഇപ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. സ്റ്റാച്യൂവിൽ ഈസ്റ്റ് ഫോർട്ട്, പാളയം, അതുപോലെ വെള്ളയമ്പലം, ജവഹർ, നാർക്കാവടിയാറ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇതാണിപ്പോൾ അവസ്ഥ കേട്ടോ. അപ്പോൾ എന്തായാലും പൊങ്കാലയുടെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ. അതുവരെ ബൈ ബൈ.